നമസ്കാരം. രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത്തെ യുഎസ് F-35 വിമാനമാണ് തങ്ങൾ തകർത്തതെന്ന് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നു. സെൻട്രൽ ഇറാനിലെ ആകാശത്ത് വെച്ച് പുതിയ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കിയതെന്ന് അവർ പറയുന്നു. വിമാനം തകർന്നു വീണപ്പോൾ ഉണ്ടായ ശക്തമായ സ്ഫോടനം കാരണം പൈലറ്റ് രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നാണ് ഇറാൻ്റെ ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. എന്നാൽ പൈലറ്റ് പാരച്യൂട്ട് വഴി രക്ഷപ്പെട്ടെന്നും അദ്ദേഹത്തെ തടവിലാക്കിയെന്നും ചില ഇറാനിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ തകർന്നു വീണ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങളിൽ നിന്നും അത് F-35-ൻ്റേതല്ലെന്നും മറിച്ച് F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനത്തിൻ്റേതാണെന്നും പ്രതിരോധ വിദഗ്ധർ സംശയിക്കുന്നു. ഇറാൻ്റെ അവകാശവാദം സത്യമാണെങ്കിൽ അത് US വ്യോമസേനയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ലോകത്തിലെ ഏറ്റവും നൂതനമായ സ്റ്റെൽത്ത് വിമാനമാണ് F-35. ഇത് വെടിവെച്ചിടാൻ സാധിച്ചു എന്നത് ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനം വലിയ തോതിൽ ആധുനികവൽക്കരിക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ്. റഷ്യയുടെയോ ചൈനയുടെയോ സാങ്കേതിക സഹായം ഇതിന് പിന്നിലുണ്ടാകാമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഭയപ്പെടുന്നു. തകർന്നു വീണ അവശിഷ്ടങ്ങളിലെ LN കോഡ് സാധാരണയായി F-15E സ്ട്രൈക്ക് ഈഗിളുകളിലാണ് കാണാറുള്ളത്. ഇറാൻ ഇത് F-35-ൻ്റേതാണെന്ന് അവകാശപ്പെടുന്നത് ഒരുപക്ഷെ സൈക്കോളജിക്കൽ വാർഫെയറിൻ്റെ ഭാഗമായിരിക്കാം. ഒരു F-15 വെടിവെച്ചിടുന്നതിനേക്കാൾ വലിയ ആഘാതം അമേരിക്കയ്ക്ക് നൽകുന്നത് ഒരു F-35 തകർന്നു എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുന്നതിലൂടെയാണ്. പൈലറ്റ് കൊല്ലപ്പെട്ടോ അതോ ഇറാൻ്റെ കസ്റ്റഡിയിലാണോ എന്നത് നിർണായകമാണ്. കൊല്ലപ്പെട്ടാൽ അമേരിക്കയുടെ തിരിച്ചടി അതിശക്തമായിരിക്കും. ഇറാനിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് വലിയൊരു ആക്രമണത്തിന് ഇത് കാരണമായേക്കാം. പൈലറ്റിനെ ഇറാൻ ഒരു ഹ്യൂമൻ ഷീൽഡായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. നയതന്ത്ര തലത്തിൽ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാൻ പൈലറ്റിൻ്റെ വീഡിയോകൾ ഇറാൻ പുറത്തുവിട്ടേക്കാം. ഇറാൻ അമേരിക്കയുടെ F-35 വിമാനങ്ങൾ വെടിവെച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇസ്രയേലിന് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. കാരണം ഇസ്രയേലിൻ്റെ വ്യോമസേനയുടെ നട്ടെല്ല് F-35 വിമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ഇറാനിൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ ഇനി അങ്ങോട്ട് എളുപ്പമാകാനിടയില്ല. അമേരിക്കൻ വിമാനങ്ങളുടെ ദൗർബല്യം തിരിച്ചറിയാൻ ഈ അവശിഷ്ടങ്ങൾ ഇറാൻ റഷ്യയ്ക്കോ ചൈനയ്ക്കോ കൈമാറാൻ സാധ്യതയുണ്ട്. ഇത് അമേരിക്കയുടെ ആഗോള സൈനിക രഹസ്യങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. ഇറാൻ്റെ അവകാശവാദം പൂർണ്ണമായും ശരിയാണെങ്കിൽ അത് 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ വിശ്വാസ്യത തകർക്കും. മറിച്ചാണെങ്കിൽ ഇത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒരു പ്രൊപ്പഗാണ്ട നീക്കമായി കണക്കാക്കാം.